Hello everyone, Namaskaram. Good morning, good afternoon, good evening. Hopes you're doing well. I'm also doing good. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ട്സിന്റെ ബേസിക്സിലോട്ട് നമുക്കിനി കടന്നു പോകാം. ഓൾറൈറ്റ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിക്സിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ കുറെ പേർക്ക് വരുന്ന ഒരു കൺസെപ്ഷൻ ഉണ്ട്. എന്നെ കൊണ്ട് ഇത് പറ്റുമോ? സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇരിക്കുന്നവരുണ്ട് മുന്നിൽ, നമുക്കിത് ചെയ്താൽ ഒതുങ്ങുമോ എന്നൊക്കെ പറഞ്ഞു. പേടിക്കണ്ട, ഒക്കെ സെറ്റാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കേൾക്കുമ്പോൾ ഇതൊക്കെ കിളി പോയ പോലെ തോന്നും. യെസ്, ഐ എം ടെലിംഗ് ദിസ് റൈറ്റ് ഓവർ ഹിയർ റൈറ്റ് നൗ. ആദ്യം കേൾക്കുമ്പോൾ കിളി പോയ പോലെ തോന്നും. ബട്ട് ബൈ ദി എൻഡ് ഓഫ് ദി ഹോൾ ബേസിക്സ്, ഇപ്പൊ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ബേസിക്സ് ആണ്. അതായത് ഓൾമോസ്റ്റ് 20 hours അടുത്ത് വരും. ഇതാണ് ഞാൻ ഇടുന്ന മാർക്കപ്പ്. 20 hours അടുത്ത് വരുന്നുണ്ട്. ഒരു 20 to 22 എന്ന് പിടിച്ചോ, 22 hours, 22 മണിക്കൂർ. അപ്പൊ 22 hours അടുത്ത് നമുക്ക് വരുന്നുണ്ട്. ഈ 22 മണിക്കൂറിൽ ഞാൻ നിങ്ങൾക്ക് 2 വർഷത്തെ, അതായത് +1 +2 ബേസിക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സോ അഫ്കോഴ്സ് ഫസ്റ്റ് 30 minutes 1 hour വരുമ്പോൾ കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിളി പോയ പോലെ തോന്നും. ബട്ട് കുഴപ്പമില്ല, ആ പറഞ്ഞ കിളികളൊക്കെ തിരിച്ചു വരും. നമ്മളൊരു നെറ്റ്ഫ്ലിക്സിലൊരു സീരീസ് ഉണ്ട് ഡാർക്ക് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ആദ്യം നമ്മൾ എന്താ കാണുമ്പോൾ, ആ സീരീസ് കാണുമ്പോൾ കിളി പോയതുപോലെ തോന്നും. പക്ഷെ ലാസ്റ്റ് അവസാനം എത്തിയപ്പോൾ ആ പറഞ്ഞ കിളികളൊക്കെ തിരിച്ച് കൂട്ടിലോട്ട് വരുന്ന പോലെ, അതുപോലെ ഞാൻ ബേസിക്സ് ആക്കി തരാം. ട്രസ്റ്റ് ദി പ്രോസസ്, ബി വിത്ത് മീ ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് ദിസ് ഇൻ 3, 2, 1. സോ now let's begin with basics of accounting. ഓക്കെ, ആദ്യം നമുക്ക് വരുന്ന ചോദ്യം, വാട്ട് ഈസ് അക്കൗണ്ടിങ്? എന്താണ് ഈ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ? നിങ്ങളിപ്പോൾ വീട്ടിൽ അല്ലെങ്കിൽ ഏതൊരു കടയിൽ ചെന്നാലും there will be എന്താണ് പറയാ, പ്രോപ്പർലി ഡൺ, എന്താ മാത്തമാറ്റിക്കലി, ഇന്ന് എന്തൊക്കെ മേടിച്ചു, ഇന്ന് എന്തൊക്കെ കിട്ടി, ഇന്ന് എന്തൊക്കെയാണ് വിറ്റ് പോയത്, ഇന്ന് എന്തൊക്കെ ചെയ്തത്, ഒരു പേപ്പറിൽ എഴുതുന്ന ഒരു പരിപാടി ഉണ്ടാകുമല്ലോ. ഒരു നോർമൽ പീസ് ഓഫ് പേപ്പറിൽ എഴുതുന്ന ഒരു പരിപാടി. അതായത് സെയിൽസ് എത്ര ഉണ്ടായിരുന്നു, പർച്ചേസസ് എത്ര ഉണ്ടായിരുന്നു, ഞാൻ എന്തൊക്കെയെന്ന് ചെയ്തു, എൻ്റെ ബില്ല് എത്ര വരുന്നത്, അതൊക്കെ നമ്മളൊന്ന് പ്രോപ്പറായിട്ട് നമ്മൾ റെക്കോർഡ് എന്ന് വെച്ചാൽ ഒരു ഡോക്യുമെന്റ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ, അതിനെ പറയുന്നതാണ് അക്കൗണ്ടിങ് എന്ന്. ബേസിക്കലി പറഞ്ഞാൽ അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്. ആർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവും, ഡോക്യുമെന്റേഷൻ പരിപാടി. അതായത് ഞാനിപ്പോൾ എൻ്റെ പരിപാടികൾ ചെയ്തു, ഞാൻ എന്താ പറയാ, എനിക്ക് വന്ന കണക്കുകളൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് അടുക്കിയൊക്കെ ഞാൻ വെച്ചിട്ട് ഒരു രീതിയിൽ ചെയ്തു. ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ടാകുക, വേറൊരാൾ ചെയ്യുന്നുണ്ടാകുക. അതുകൊണ്ടാണ് ആർട്ട് എന്ന് പറയുന്നത്. ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓടുന്നത് വര, ചിത്രവര, അല്ലെങ്കിൽ ഒരു കല എന്ന് പറയലോ. ഓരോരുത്തർക്കും ഓരോ കലയാണ് വരുന്നത്, ഓരോ ആർട്ടിസ്ട്രി വർക്ക്സ് ആണ് വരുന്നത്, ഓരോ ടച്ചാ വരുന്നത്. അതാണ് അക്കൗണ്ടിങ്ങിലും പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന റെക്കോർഡ് ചെയ്യാം, അതായത് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ഇങ്ങനെ എഴുതാം. അതായത് ഇന്ന് എന്തൊക്കെ മേടിച്ചു, ഇന്ന് എന്തൊക്കെ വിറ്റു, ഇന്ന് എത്ര കാശ് കിട്ടി, ഇന്ന് എത്ര കാശ് പോയി, നമ്മൾ ഇങ്ങനെ അക്കൗണ്ട് ചെയ്ത് വിടുമല്ലോ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുക. ഞാൻ പറയുന്നില്ല, അതായത് എങ്ങനെ ജനറലി പോകുന്നൊന്നുമല്ല, ഓരോരുത്തരും ഓരോ രീതി. അതായത് അക്കൗണ്ട്സിന് യാതൊരു ബന്ധമില്ല, സ്കൂൾ പോലും പോകാത്ത 4ാം ക്ലാസ് ഗുസ്തി, 3ാം ക്ലാസ് ഗുസ്തി, ഞാൻ അല്ല പഠിക്കാൻ പോലും പോയിട്ടില്ല, ബേസിക്സ് ആയിട്ട് കൂട്ടലും കുറക്കലും വെച്ചിട്ട് ആൾക്കാർ ഡെയിലി എഴുതുന്ന ഒരു പരിപാടിയല്ലോ, അതിനെ പറയുന്നതാണ് റെക്കോർഡിങ്. ഈ ഒക്കെ റെക്കോർഡ് ചെയ്തു, ഡേ ടു ഡേ ട്രാൻസാക്ഷൻ വെച്ചിട്ട് ഇങ്ങനെ റെക്കോർഡ്, ഇന്ന് എന്തൊക്കെ ഉണ്ടായെന്ന് നടന്നിട്ട് ഡയറി പോലെ റെക്കോർഡ് ചെയ്ത് വെച്ചു. നമ്മളൊരു ഡയറിയിലൊക്കെ കാണാം, നമ്മൾ വീട്ടുകാരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി. ഇന്ന് ഞാൻ 10 അരി, 1 കിലോ അരി ഞാൻ മേടിച്ചു, ഗോതമ്പ് പൊടി മേടിച്ചു, ചപ്പാത്തി പൊടി മേടിച്ചു, ഇങ്ങനെ ചപ്പാത്തി പൊടി, അതിന് ഗോതമ്പ് പൊടി പറയാം, സോറി, അതിന് വേണ്ടി എന്താ പച്ചക്കറി ഞാൻ മേടിച്ചു, പിന്നെ എന്താണ് ഇന്ന് വേണ്ട വെളിച്ചെണ്ണ ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഡയറി നമ്മൾ എഴുതി വെക്കുമല്ലോ. ആ എഴുതുന്ന പ്രോസസ്സിനെ പറയുന്നതിനാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അബിഗസ് ക്ലിയർ? ഓൾറൈറ്റ്, റെക്കോർഡിംഗ് എന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് തന്നെ ക്ലാസിഫൈങ് എന്നാണ്. എന്ന് വെച്ചാൽ എന്താ? ലെറ്റ് മീ ടേക്ക് എ പേജ്, ജസ്റ്റ് എ മിനിറ്റ്. ലെറ്റ്സ് സേ ഫോർ ആൻ എക്സാമ്പിൾ സേക്ക്, റെക്കോർഡിംഗ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു. ഞാൻ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് ലെറ്റ്സ് ടേക്ക് ഫോർ ആൻ എക്സാമ്പിൾ, ഇന്നത്തെ ഡേറ്റ് ആണ് 13th May. ഓക്കെ, 13th May ഞാൻ എന്ത് ചെയ്തു? 1 കിലോ റൈസ്, ലെറ്റ്സ് സേ ഫോർ ആൻ എക്സാമ്പിൾ സേക്ക് ഞാൻ 95 റുപ്പീസിന് മേടിച്ചു. ഓക്കെ, ഫ്രൂട്ട്സ് കിറ്റ്
110 rupees. ഓൾറൈറ്റ്. പിന്നെ അതേപോലെ കോക്കനട്ട് ഓയിൽ ഒരു പാക്കറ്റ് ഞാൻ മേടിച്ചു, 50 rupees, 55 rupees എന്ന് എടുക്കാം. ഓൾറൈറ്റ്. ദിസ് ഇസ് ജസ്റ്റ് എ നോർമൽ എക്സാമ്പിൾ. അപ്പം എനിക്ക് എത്ര ടോട്ടൽ വന്നേക്കണത് എന്താണ്? 95 + 55 എത്ര വന്നേക്കണത്? 150. 150 + 110, 260. യെസ് ഓർ നോ? 270, സോറി, 270. 270, 260, 260, സോറി, 260. ഞാൻ തന്നെ കണക്ക് വെറ്റിക്കുകയാണല്ലോ. 260 rupees വന്നു. യെസ് ഓർ നോ? ഓക്കെ. ഈ 260 രൂപ എനിക്ക് ഇന്ന് ചിലവായി. ഇനി ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ നാളത്തെ അതേ ഒരു കണക്ക് 14th May. ഓക്കെ, ഇതും ഇതേപോലെ അങ്ങ് വന്നു. സെയിം സാധനം വന്നു നോക്കാം. അത് പക്ഷെ അന്നത്തെ റേറ്റ് മാറിപ്പോയി. ഇവിടെ വന്നു 100 രൂപ, ഫ്രൂട്ട്സ് കിറ്റ് വന്നു 90 രൂപ, വില കുറഞ്ഞു. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ കോക്കനട്ട് ഓയിൽ ഏകദേശം 60 രൂപ വന്നു. ലെറ്റ്സ് സേ ഫോർ എൻ എക്സാമ്പിൾ സേക്ക് എത്രയായി ടോട്ടൽ? 250. യെസ് ഓർ നോ? ഞാൻ ജസ്റ്റ് ഒരു നോർമൽ കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ വെച്ച് പറയാം, ഡെയിലി. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. ഇത് ഞാൻ ഡേ ടു ഡേ എൻ്റെ ഡയറിയിൽ ഇങ്ങനെ ഞാൻ അക്കൗണ്ട് ചെയ്ത് വെക്കുന്നില്ലേ, ഇതിനെ പറയുന്നതാണ് റെക്കോർഡിംഗ് എന്ന്. ഓക്കെ. ഇനി ക്ലാസിഫൈങ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസിഫൈങ് എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഇതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തില്ലേ, ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എനിക്ക് ചെയ്യണം. എന്താണ് ഞാൻ നടത്തുക? ലെറ്റ്സ് സേ ഫോർ എൻ എക്സാമ്പിൾ സേക്ക് റൈസ് ഞാൻ മേടിച്ചു. റൈസ് ഞാൻ മേടിച്ചു 1 kg റൈസ്. 1 kg റൈസ്. ഈ 1 kg റൈസ് ഞാൻ എങ്ങനെയൊക്കെയാണ് ഞാൻ മേടിച്ചത്? 13th May എത്ര രൂപയ്ക്ക് മേടിച്ചത്? 95 rupees ഞാൻ മേടിച്ചു. 14th May ഞാൻ എത്ര മേടിച്ചേ? 100 rupees മേടിച്ചു. അതെത്രയായി? 195 rupees. യെസ് ഓർ നോ? അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു? ഫ്രൂട്ട്സ് കിറ്റ് ഞാൻ മേടിച്ചു. ഫ്രൂട്ട്സ് കിറ്റ് അതെങ്ങനെ? 13th May ഞാൻ എന്ത് ചെയ്തു? 110 rupees മേടിച്ചു. 14th May ഞാൻ എത്ര രൂപയ്ക്ക് മേടിച്ചു? 90 rupees ഞാൻ മേടിച്ചു. അപ്പൊ എത്രയായി? 200 rupees. ഓൾറൈറ്റ്. പിന്നെ അതേപോലെ തന്നെ കോക്കനട്ട് ഓയിൽ ഇതിങ്ങനെ പോകും. ഈ ഒരു പറയുന്ന പ്രോസസ്സ് ചെയ്തല്ലോ, ഞാൻ വേറൊരു ആംഗിളിൽ ഞാൻ ചെയ്തു. എൻ്റെ റൈസ് എങ്ങനെ വന്നു, ഫ്രൂട്ട്സ് എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ ക്ലാസിഫിക്കേഷൻ നടത്തി. ആ ഒരു സ്പ്ലിറ്റ് ഞാൻ ചെയ്തു. ഇതിനെ പറയുന്ന പ്രോസസ്സിനാണ് ക്ലാസിഫൈ എന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കും നിങ്ങൾ ചെയ്യാം. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. എനിക്ക് ക്ലാസിഫൈ ചെയ്യണം റൈസ് എങ്ങനെയൊക്കെ വന്നത്, ഫ്രൂട്ട്സ് എങ്ങനെയൊക്കെ വന്നത് എന്നൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കും. ഇനി അടുത്തത് സമ്മറൈസിങ് എന്ന് ഞാൻ പറഞ്ഞു. സമ്മറൈസിങ് എന്ന് ബേസിക്കലി പറഞ്ഞാൽ ഇതിന്റെ സമ്മേഷൻ 1 kg റൈസ്. എനിക്ക് എന്താ ഐറ്റം വൈസ് ആയിട്ട് വേണം. 1 kg റൈസ് 195 rupees, ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് 200 rupees എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടു. ഇതിനെ പറയുന്ന പേരാണ് സമ്മറൈസിങ് എന്നുള്ളത്. സോ അക്കൗണ്ടിങ് എന്താണ്? ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസ്. ആർട്ട്. ഇതിപ്പോ ഞാൻ ഒരു ബേസിക്സും ഞാൻ എടുത്തില്ല. ഞാൻ എന്താ അക്കൗണ്ട്സ് എന്നുള്ള രീതിയിൽ, അതായത് നമ്മൾ ഇനി ഇപ്പൊ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള പിള്ളേര് ഞാൻ ഡെബിറ്റ് ക്രെഡിറ്റ് അങ്ങനെ പറഞ്ഞ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങളൊന്നും അത് വിചാരിക്കണം. അങ്ങനെ പറഞ്ഞാൽ ഒരു ഡിമോണിക് ഒരു ടേംസ് ഞാൻ നോർമൽ 4ാം ക്ലാസ് കുസ്തി അല്ലെങ്കിൽ 3ാം ക്ലാസ് കുസ്തി എനിക്ക് കൂട്ടാനും കുറക്കാനും നമ്പേഴ്സ് എന്താണെന്ന് അറിയാം. അത് വെച്ചിട്ട് ഞാൻ അങ്ങ് എഴുതി. അത്രേ ഉള്ളൂ. ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ചെയ്യാം. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ ആർട്ട് എന്ന് നമ്മൾ പറയണത്. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് എന്നാണ് പറയണത്. മനസ്സിലായോ? ഇത് എന്തിനാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്, എന്തിനാണ് ഞാൻ ക്ലാസിഫൈഡ്, എന്തിനാണ് ഞാൻ സമ്മറൈസ് ചെയ്യുന്നത്? ടു ബ്രിങ് എ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഇൻ ടു എ മീനിങ് ഫോർമാറ്റ്. ഇതൊരു ഫോർമാറ്റ് അല്ല. ഞാൻ ഉണ്ടാക്കിയൊരു ഫോർമാറ്റ് അല്ല ഇത്. ഞാൻ റെക്കോർഡ് ചെയ്തു, ഞാൻ അതേപോലെ ക്ലാസിഫൈ ചെയ്തു, ഞാൻ അതേപോലെ സമ്മറൈസ് ചെയ്തു. ഒരു മീനിങ് ഫോർമാറ്റ്. അതായത് ബേസിക് ആയിട്ട് പറഞ്ഞാൽ എനിക്ക് തന്നെ ഇത് പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾക്ക്. യെസ് ഓർ നോ? അതേപോലെ തന്നെ ഓരോരുത്തരും ഓരോ രീതിയിൽ അവരുടേതായ ഡയറിയിലും അവരുടേതായ ഒരു പേപ്പറിലും അല്ലെങ്കിൽ ഒരു രീതിയിൽ എഴുതുമല്ലോ.
നിങ്ങളിപ്പോൾ എന്താ പറയുക, ഒരു തട്ടുകടയിൽ പോയി കഴിക്കാന്ന് വെച്ചോ, അവരൊരു പേപ്പറിൽ ഇങ്ങനെ എഴുതുക, എന്താണ് നിങ്ങൾ കഴിച്ചു, എന്താ 2 ദോശ, ഒരു മുട്ട പൊരിച്ചത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ചെറിയൊരു പേപ്പറിൽ, അതൊരു റെക്കോർഡിംഗ് ആണ്. എന്നിട്ട് ആ ഒരു സാധനം വെച്ചിട്ട് ഇവരൊരു ഡയറിയിലോ, അതൊരു ക്ലാസിഫൈങ് ആണ്. എന്നിട്ട് പിന്നെ സമ്മറി ആയിട്ട് എഴുതും, ഇന്ന് എനിക്ക് എത്ര ടോട്ടൽ, അതൊരു സമ്മറൈസിങ് ആണ്. This is what an art. Accounting is an art of recording, classifying and summarizing to bring information into a meaningful format എന്ന് പറയണത്. അപ്പൊ ഞാനൊരു ഫോർമാറ്റിൽ, ഒരു മീനിങ് ഫുൾ ഫോർമാറ്റിൽ കൊണ്ടുവന്നു. ഇനി ഇവിടെ ഫോർമാറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ അക്കൗണ്ട്സിൽ കുറച്ച് ടെർമിനോളജീസ് നമ്മൾ പഠിക്കും. ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിട്ട്. ഇതെന്താന്നുള്ളത് വി വിൽ ബി ഡിസ്കസിങ് ഇൻ ഡീറ്റെയിൽ ഫ്രം ദ കമ്മിങ് വീഡിയോസ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ജസ്റ്റ് അക്കൗണ്ട്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അത് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ കുറെ ടെർമിനോളജി, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ പേര് കിളി പോയ പോലെ എന്നെ നോക്കുന്നുണ്ടോ, അതൊന്നും കാര്യമാക്കണ്ട. ജസ്റ്റ് ഇത്ര, ഇത് നിങ്ങൾ മറന്നേക്ക്, ഞാൻ ഇത് പറഞ്ഞിട്ടില്ല എന്ന് തന്നെ വിചാരിക്കും, വേണ്ട. എന്താണ് അക്കൗണ്ട്സ്? ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇൻ ടു എ മീനിങ് ഫുൾ ഫോർമാറ്റ് എന്നാണ് പറയണത്. ഇതിന്റെ ഒരു പ്രോസസ് ഉണ്ട്. അക്കൗണ്ട്സിന് ഒരു പ്രോസസ് ഉണ്ട്. ഞാനിപ്പോൾ ചെയ്തൊരു പരിപാടി, നമ്മൾ ജനറലി സാധാരണ ഒരു വ്യക്തികളത് കാണുന്ന ഒരു പരിപാടി. ഫസ്റ്റ് ഒരു സോഴ്സ് ഡോക്യുമെന്റ് ഉണ്ടാവും. സോഴ്സ് ഡോക്യുമെന്റ് എന്താ? ഇൻവോയ്സ്, ബില്ല്, റെസീറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾ എന്താണ് കഴിക്കാൻ പോകുമ്പോൾ അതിനൊരു ബില്ല് ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സാധനം മേടിക്കുമ്പോൾ അതിനൊരു ഇൻവോയ്സസ് ഉണ്ടാകും. ഇതിന്റെ ഒരു എന്തെങ്കിലും ഒരു പ്രൂഫ് ഓഫ് ഡോക്യുമെന്റ് ഉണ്ടാവില്ല, അതിനെ പറഞ്ഞ പേരാണ് സോഴ്സ് ഡോക്യുമെന്റ്. ഇതിനെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഡയറിയിൽ എഴുതാൻ തുടങ്ങും, ജേർണൽസ് എഴുതാൻ തുടങ്ങും. ജേർണൽ നിങ്ങളുടെ ഡയറിയിൽ തന്നെ റെക്കോർഡ് ചെയ്ത് തുടങ്ങുക. എന്താണ് ജേർണൽ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾ ക്ലാസിഫൈ ചെയ്യും. ആ ക്ലാസിഫൈ ചെയ്യുന്ന പേരാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ സമ്മറൈസ് ചെയ്യും. ആ സമ്മറൈസ് ചെയ്യുന്ന പറയുന്ന പേരാണ് ട്രയൽ ബാലൻസ് എന്നുള്ളത്. ദീസ് ആർ ദി ടേംസ് ദാറ്റ് യു നീഡ് ടു നോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലേറ്റർ ആയിട്ട് പറയും. ഞാനൊരു സാധനം റെക്കോർഡ് ചെയ്തു, ഡയറിയിൽ ഞാൻ എഴുതി, ഇനിയിപ്പോൾ ഞാൻ റെക്കോർഡിംഗ് അല്ല, ഞാൻ ജേർണൽ ഇട്ടു എന്നാ പറയാം. ഞാനൊരു സാധനം ക്ലാസിഫൈ ചെയ്തു, അതിന് ലെഡ്ജർ ഞാൻ പ്രിപ്പയർ ചെയ്തു എന്നാ പറയാം. ഞാൻ സമ്മറൈസ് ചെയ്തു, അതിന് ഞാൻ ട്രയൽ ബാലൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തു എന്നാ പറയാം. ദീസ് ആർ ദി അക്കൗണ്ടിങ് ടേംസ്. ഈ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു സർവീസ് ആണ് കൊടുക്കുന്നത്. ആസ് എൻ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ബുക്ക് കീപ്പിംഗ് സർവീസ് പോലുള്ള സോഴ്സ് ഡോക്യുമെന്റ് വെച്ചിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. ദിസ് ഇസ് വാട്ട് ഇറ്റ് മീൻസ്. ഞാൻ ജേർണൽ ഉണ്ടാക്കിയിട്ട് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് ട്രയൽ ബാലൻസ് എടുക്കുന്നു. എന്നിട്ട് ആ ട്രയൽ ബാലൻസ് വെച്ചിട്ട് എന്ത് ചെയ്യും? ഞാനൊരു ഫോർമാറ്റ് ഉണ്ടാക്കാം. ആ ഫോർമാറ്റ് പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളത്. ദീസ് ആർ ദി ടേംസ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ആസ് എൻ അക്കൗണ്ടിങ്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ജേർണൽ. ക്ലാസിഫൈങ് എന്ന് പറഞ്ഞാൽ എന്താ? ലെഡ്ജർ. സമ്മറൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രയൽ ബാലൻസ്. ടു ബ്രിങ് ഇൻ ടു ദ മീനിങ് ഫുൾ ഫോർമാറ്റ്. ആ ഫോർമാറ്റിന് പറയുന്ന പേരെന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന്. ആൻഡ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കംപ്രൈസസ് ഓഫ് ദി ഫോർ. ഇതും എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. കുറേ ടേംസ് ഉണ്ട്, ഞാൻ കുറേ ടെക്നിക്കൽ ജാർഗൻസ് ഞാൻ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്നുകൊണ്ട് പേടിക്കേണ്ട പിള്ളേരെ, എല്ലാം ഞാൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങളൊക്കെ കേൾക്കുമ്പോൾ കിളിയൊക്കെ പറന്നു പോകും. പക്ഷെ ഈ പറഞ്ഞ കിളികളൊക്കെ ഞാൻ തിരിച്ചു വരിക. ഇൻട്രൊഡക്ഷൻ വരുമ്പോൾ ഇതിങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിള്ളേരെ. അതുകൊണ്ട് ട്രസ്റ്റ് ദി പ്രോസസ്, ഗെറ്റ് എ ലിറ്റിൽ ബിറ്റ് പേഷ്യൻസ്, യു വിൽ ബി ഓക്കെ വിത്ത് ദിസ്. പക്ഷെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ മീനിങ് എന്താ മനസ്സിലായല്ലോ? അത് മനസ്സിലായില്ലെങ്കിലാണ് നമ്മൾ പെടാൻ പോകുന്നത്. അതെന്താന്ന് മനസ്സിലായി? ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് എന്താണ് ട്രാൻസാക്ഷൻ ടു ബ്രിങ് എ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇൻ ടു എ മീനിങ് ഫുൾ ഫോർമാറ്റ്. ആ മീനിങ് നിങ്ങൾ ഓർത്തിരിക്കണം. Are you guys okay with that? Perfect. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് 5 എലമെന്റ്സ് ആണ് നമുക്ക് വരുന്നത്. എന്തൊക്കെയാണ് ആ 5 എലമെന്റ് എന്ന് പറയുന്നത്? പേരുകളാണ്: അസറ്റ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസ്. ഞാൻ ഷോർട്ടായിട്ട് ആലിസ് എന്ന് ഞാൻ പറയുന്നു. ഒരു പെണ്ണിന്റെ പേര് എന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കേണ്ട. ആലിസ് ഇസ് എ അബ്രിവേഷൻ ടു ദീസ് 5 വേർഡ്സ്: അസറ്റ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസ്. ഇനി നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഞാൻ ലേമാൻ ടേമിൽ പറഞ്ഞ, അസറ്റ് എന്ന് പറഞ്ഞ സ്വത്ത്. അസറ്റ് എൻ്റെ സ്വത്താ, നമ്മൾ പറയില്ല എൻ്റെ സ്വത്താ, എൻ്റെ സാധന എന്ന് പറയില്ല, അതിനെ പറയുന്നതാണ് അസറ്റ്. മനസ്സിലാക്കാൻ വേണ്ടി ഓക്കെ, ലേമാൻ ടേം. പക്ഷെ അതല്ല മീനിങ്. ഞാൻ കറക്റ്റ് അക്കൗണ്ടിങ് ഡെഫിനേഷൻ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കടം. എനിക്ക് ഒരാൾക്ക് കടം കൊടുക്കാണ്ട്, അതിന്റെ ലയബിലിറ്റി. അതാ പറഞ്ഞ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കടം. ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം.
ഓക്കെ, വരുമാനം, ഏർണിങ്സ്, ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം അഥവാ റവന്യൂ. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെലവ്. എനിക്ക് വന്നിട്ടുള്ള എക്സ്പെൻസസ്, എനിക്ക് വന്നിട്ടുള്ള ചെലവ് നമ്മൾ പറയുന്നില്ല, അതാണ്. പിന്നെ വരുന്നത് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ ബിസിനസ്സിന് തുടങ്ങാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചു വെച്ച എന്താണ് ഇൻവെസ്റ്റ്മെന്റ്, അതിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ എന്ന്. ഞാൻ ബിസിനസ് തുടങ്ങാൻ എന്താണ് ഞാൻ കൊണ്ടുവന്നത് അതിനെ പറയുന്ന, ആ കൊണ്ടുവന്ന സാധനങ്ങൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. ചിലപ്പോൾ ക്യാഷ് ആയിട്ടായിരിക്കാം, ചിലപ്പോൾ ഞാൻ ലാപ്ടോപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ഞാൻ ഫർണിച്ചേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഞാൻ ഒരു വീടായിരിക്കും കൊടുത്തിട്ടുണ്ടാകും. അതിന് പറയുന്നത്, ആ ഒരു ബിസിനസ്സിന് കൊടുത്തത് എന്താണോ ആ കൊടുത്ത സാധനങ്ങൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ എന്നുള്ളത്. ദാറ്റ് ക്യാൻ ഓൾസോ ബി എൻ അസെറ്റ്. അത് എന്താന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അസെറ്റ്, ലയബിലിറ്റി. അസെറ്റ് എന്ന് പറഞ്ഞാൽ സ്വത്ത്, ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കടം, ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം, എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെലവ്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് തുടങ്ങാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ. ഇറ്റ് ക്യാൻ ബി ക്യാഷ് ഓർ ഇറ്റ് ക്യാൻ ബി കൈൻഡ്. അപ്പോൾ ഗൈസ് ക്ലിയർ? പെർഫെക്റ്റ്. അസെറ്റ്. അസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വത്ത്. പക്ഷെ അങ്ങനെ ഇനി പഠിക്കരുത്, നമ്മൾ ഇനി അക്കൗണ്ട്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അസെറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് വരണം. എന്താണ്? ഇറ്റ് ഈസ് എ റിസോഴ്സ് കൺട്രോൾഡ് ബൈ എൻ എൻറ്റിറ്റി as a result of a past event and from which future economic benefit are expected to flow to the entity. ക്ലി പോയി എന്നറിയാം, കുഴപ്പമില്ല. ആ റെഡ് കളറിൽ എഴുതിയത് നിങ്ങൾ നോക്ക്. റിസോഴ്സ് കൺട്രോൾഡ് ബൈ എൻറ്റിറ്റി. ഞാൻ അസറ്റ് എന്ന് പറഞ്ഞാൽ സ്വത്ത് എന്ന് പറഞ്ഞു. സ്വത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണ്? അത് ഞാൻ തന്നെ ഓൺ ചെയ്യുന്നതാണ്. പക്ഷെ അതല്ല ഡെഫിനിഷൻ. കൺട്രോൾഡ് എന്നാ ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് പറയാം, ഈ ഞാനൊരു വണ്ടി മേടിച്ചു, ആ വണ്ടി എൻ്റെ പേരിലല്ല, വേറൊരാളുടെ പേരിലാണ്. പക്ഷെ ആ വണ്ടിയുടെ കൺട്രോൾ മൊത്തം എൻ്റെ പേരിലാണെങ്കിൽ ആ വണ്ടി എനിക്ക് അസറ്റാണ്. ഈ ഒരു ഫസ്റ്റ് പാർട്ട് ഓഫ് മീനിങ്ങിൽ വെച്ച് പറയുമ്പോൾ റിസോഴ്സ് കൺട്രോൾഡ് ബൈ എൻ എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് എ പാസ്റ്റ് ഇവന്റ്, അതായത് മുന്നേ ഞാൻ എന്തോ ചെയ്തോണ്ട് എനിക്ക് അത് കൺട്രോൾ ആയിട്ടൊന്നും, ചിലപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് ഞാൻ മേടിച്ചോണ്ടായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ എടുത്തോണ്ടായിരിക്കാം എന്നുള്ള രീതിയിൽ. ഓക്കെ, ആൻഡ് ഫ്രോം വിച്ച് ദ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഇസ് എക്സ്പെക്റ്റഡ്. ഈ ഒരു കൺട്രോൾ എന്നിൽ ഉണ്ടായതുകൊണ്ട് ഇതിൽ ബിസിനസ്സിൽ എനിക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാകും. അതിനാണ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എൻ്റെ ബിസിനസ്സിൽ ഈ ഒരു സാധനം എൻ്റെ കൺട്രോൾ ഉണ്ടായതുകൊണ്ട് ബെനിഫിറ്റ്സ് വന്നിരിക്കും എന്ന് പറയാം. ആ പറയുന്ന സാധനത്തിന്റെ പേരാണ് അസറ്റ് എന്നുള്ളത്. അപ്പൊ എന്തൊക്കെയാണ്? ഒന്ന്, എൻ്റെ കൺട്രോൾ ആയിരിക്കണം, അത് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ട് ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ്. ഞാൻ ജസ്റ്റ് റെഡ് ഇട്ടുള്ളൂ, കുഴപ്പമില്ല. ഈ രണ്ട് കാര്യങ്ങളാണ്. കൺട്രോൾ ഉണ്ടായിരിക്കുക, ആ കൺട്രോൾ എൻ്റെ ആ ഉള്ള സാധനത്തിൽ നിന്ന് എനിക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കിട്ടണം. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അസറ്റ്, നോ ഡൗട്ട്. ഓക്കെ, ഇനി ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ പ്രസന്റ് ഒബ്ലിഗേഷൻ. എനിക്കിപ്പോ കറന്റ് ലയബിലിറ്റി മീനിങ് എന്ന് പറഞ്ഞാൽ കടം. കടത്തിന്റെ വേറൊരു അർത്ഥം എന്താ? ലയബിലിറ്റി എന്ന് പറയുന്നത് ഒബ്ലിഗേഷൻ നമ്മൾ പറയും. ഇറ്റ് ഈസ് എ പ്രസന്റ് ഒബ്ലിഗേഷൻ. ഇപ്പൊ എനിക്കൊരു കടമുണ്ട് ആസ് എ റിസൾട്ട് ഓഫ് എ പാസ്റ്റ് ഇവന്റ് എന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് എ പാസ്റ്റ് ഇവന്റ്, ഇറ്റ് ഇസ് എ പ്രസന്റ് ഒബ്ലിഗേഷൻ ആസ് എ റിസൾട്ട് ഓഫ് എ പാസ്റ്റ് ഇവന്റ്. മുന്നേ ഞാൻ എന്തോ ചെയ്തോണ്ട് എനിക്കൊരു ഒബ്ലിഗേഷൻ വന്നു. ലെറ്റ്സ് സേ ഫോർ ആൻ എക്സാമ്പിൾ, ഞാനൊരു സാധനം മേടിച്ചു, ഞാൻ കാശ് കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ട്. പ്രസന്റ് ഒബ്ലിഗേഷൻ. എന്തുകൊണ്ടാ കൊടുക്കാനുണ്ട്? ഞാൻ സാധനം മേടിച്ചു, പാസ്റ്റ് ഇവന്റ്. സോ ആ ഒരു ഇവന്റ് എന്താണ്? ലയബിലിറ്റി ആണ്. ലെറ്റ്സ് സേ ഹരി എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ഉണ്ടെന്ന് നോക്കാം. ഹരി, HAR, ഹരി എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ട്. ഹരിയുടെ നിന്ന് ഞാൻ സാധനം മേടിച്ചു, എനിക്ക് എന്താണ് പേയ്മെന്റ് കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ട്. ഹരിക്ക് പേയ്മെന്റ് കൊടുക്കാനുണ്ട്. പ്രസന്റ് ഒബ്ലിഗേഷൻ. എന്തുകൊണ്ട്? ഞാൻ ഹരിയുടെ നിന്ന് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു ആസ് എ റിസൾട്ട് ഓഫ് എ പാസ്റ്റ് ഇവന്റ്. സോ ഹരി എന്താണ്? ലയബിലിറ്റി ആണ് എനിക്ക്. Okay, it's a present obligation of the entity to transfer the economic resources as a result of a past event. All right, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന് രണ്ടാമത്തെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു, ഇറ്റ് ഇസ് എ ക്ലെയിം ഓഫ് ഔട്ട്സൈഡർ ഓൺ ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി. അസറ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ബേസിക്കലി എന്താ? നിങ്ങൾ ആലോചിച്ചൊക്കെ, പഞ്ചാബി ഹൗസിലെ ഒരു സീന്, ദിലീപ് കുറെ കടങ്ങൾ മേടിച്ചിട്ടുണ്ട്,
ഈ ആൾക്കാരൊക്കെ വന്നിട്ട് അവിടെ മുന്നിൽ നിന്നിട്ട് പരിപാടി ചെയ്യുന്നുണ്ട്. മര്യാദയ്ക്ക് കാശ് എടുത്ത് താടോ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ടുണ്ട്. കാശ് എടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് എൻ്റെ അവിടെ വീട്ടിൽ കിടക്കുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് തായോ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഇറ്റ് ഈസ് എ ക്ലെയിം ഓഫ് ദി ഔട്ട്സൈഡർ. ഇപ്പൊ ഹരിക്ക് ഞാൻ കാശ് കൊടുക്കാണ്ട്, ഹരിക്ക് ഞാൻ കാശ് കൊടുത്തില്ലെങ്കിൽ ഹരിക്ക് എന്ത് ക്ലെയിം ഉണ്ട്? എന്റെ അസറ്റ്സിൽ ക്ലെയിം ഉണ്ട്. നീ എന്റെ സാധനം മേടിച്ചു, സോ യു ഹാവ് ടു ഗിവ് മീ ദ ക്യാഷ് റിട്ടേൺ ഓഫ് ദാറ്റ്. ഇഫ് യു ആർ നോട്ട്, ഞാൻ നിന്റെ അടുത്ത് നിന്ന് ഞാൻ സാധനം എടുത്തോണ്ട് പോകും. ഇറ്റ് ഈസ് എ ക്ലെയിം ഓൺ ദി ഔട്ട്സൈഡർ, ക്ലെയിം ഓഫ് ദി ഔട്ട്സൈഡർ ഓൺ ദി ടോട്ടൽ അസറ്റ്സ് ഓഫ് ദി കമ്പനി. അപ്പോൾ ലയബിലിറ്റിയുടെ മീനിങ് എന്താ? പ്രസന്റ് ഒബ്ലിഗേഷൻ ആസ് എ റിസൾട്ട് ഓഫ് എ പാസ്റ്റ് ഇവന്റ്. And it's a claim on the outsider on the total assets of the company. All right, got it. അപ്പൊ അസറ്റ് എന്ന് പറഞ്ഞ സ്വത്ത്, ലയബിലിറ്റി എന്ന് പറഞ്ഞ കടം എന്നല്ല, ഇത് മീനിങ് ആയിട്ട് പോവാ. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് കൺട്രോൾ ഉണ്ട്, ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ട്. ലയബിലിറ്റി എന്താ? എനിക്കൊരു പ്രസന്റ്ലി എനിക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ട് ആസ് എ റിസൾട്ട് ഓഫ് എ പാസ്റ്റ് ഇവന്റ്. ദാറ്റ്സ് ഇറ്റ്. ഇനി ഇൻകം അഥവാ വരുമാനം എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഇനി അങ്ങനെ പറയരുത്. ഇൻകം എന്ന് ബേസിക്കലി പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഗ്രോസ് ഇൻഫ്ലോ ഓഫ് ക്യാഷ്, receivables or other consideration arising in the course of the ordinary activity of the business, such as sale of goods, rendering of service, etc. എന്നാണ് പറയുന്നത്. ബേസിക്കലി പറഞ്ഞാൽ എനിക്ക് ഒരു ഇൻഫ്ലോ കിട്ടും. ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം. വരുമാനം എന്ന് പറയുമ്പോൾ ലേമൻ ടേമിൽ എന്താണ്? എനിക്ക് കാശ് കിട്ടും അല്ലെങ്കിൽ കിട്ടാനുണ്ട്. ഇൻകം, ഗ്രോസ് ഇൻഫ്ലോ ഓഫ് ക്യാഷ് അറൈസിങ് ഇൻ ദ കോഴ്സ് ഓഫ് എ ഓർഡിനറി ബിസിനസ്. സാധാരണ രീതിയിൽ എനിക്ക് ക്യാഷ് കിട്ടാറുണ്ട്. അത് എങ്ങനെയൊക്കെ ആക്ടിവിറ്റിയിലായിരിക്കാം? ചിലപ്പോൾ ഞാൻ സാധനങ്ങൾ വിറ്റോണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും സർവീസ് കൊടുത്തോണ്ടായിരിക്കാം. ദീസ് ആർ ദി ഇൻകംസ്. എനിക്ക് കാശ് കിട്ടാനുണ്ട്, വരുമാനം എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്? ബേസിക്കലി ഞാൻ എൻ്റെ ബിസിനസ്സിലോട്ട് ഞാനൊരു എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബിസിനസ്സിന് നടത്തി കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. കൺസിഡറേഷൻ, ഐ മീൻ ഇറ്റ് കുഡ് ബി ഇൻ ക്യാഷ് ഓർ ഇറ്റ് കുഡ് ബി ഇൻ കൈൻഡ് എന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ നമുക്ക് ഇനി ഒരു മീനിങ് നമുക്ക് പഠിക്കാനുണ്ട്. ബേസിക് ആയിട്ട് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസിഡുവൽ ഇൻട്രസ്റ്റ് ഇൻ ദ ടോട്ടൽ അസറ്റ് ഓഫ് ദി എൻറ്റിറ്റി. എന്താണ് ഈ റെസിഡുവൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? ബേസിക്കലി നമ്മുടെ കമ്പനിയിൽ കുറേ അസറ്റ്സ് ഉണ്ട്. അസറ്റിന്റെ ഡെഫിനിഷൻ എന്ന് വെച്ചിട്ട് നമ്മൾ കുറേ അസറ്റ്സ് ഇങ്ങനെ എഴുതിച്ച് വെച്ചിട്ടുണ്ടാകും. ഈ അസറ്റിന് ആദ്യം ക്ലെയിം കിട്ടുന്ന ആർക്കാ? ഔട്ട്സൈഡേഴ്സിനാ. ഈ ലയബിലിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആൾക്കാർക്കാണ് ആദ്യം വരുന്നത്. അതെല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും വരുമല്ലോ, ആ ബാക്കി വരുന്നത് ആർക്കാണ്? ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ പഞ്ചാബി ഹൗസിനെ എടുക്കാം. ദിലീപിന് പൂത്ത കടായിട്ട് വരുവാണ്. അപ്പൊ ദിലീപിന്റെ വീട്ടിലോട്ട് എന്ത് ചെയ്തു? അവിടെ ദിലീപിന്റെ വീട്ടിൽ വന്നിട്ട് കുറെ ആൾക്കാർ അവിടെ വന്ന് പറഞ്ഞു, മര്യാദക്ക് എന്റെ കാശ് എടുത്താടാ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ സാധനങ്ങൾ എടുത്തോണ്ട് പോകുന്നു പറഞ്ഞു. ഓക്കെ, എടുത്തോണ്ട് പോയി. ആൾക്കാരത് എടുത്തോണ്ട് പോയി കഴിഞ്ഞപ്പോ ബാക്കി തുച്ഛമായിട്ട് എന്താ ഉണ്ടായ? ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അവകാശം ആർക്കാ? ദിലീപിന് തന്നെയാണ്. ആ ബാക്കി വരുന്നതിനാണ് നമ്മൾ പറയുന്ന പേരാണ് റെസിഡുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആർ യു ഗൈസ് ക്ലിയർ? ആ വാക്ക് ഞാൻ എടുത്തിട്ടാണ്. അപ്പൊ എൻ്റെ ഒരു കമ്പനി, ഇനിയിപ്പോ ബിസിനസ് ആംഗിൾ എടുക്കാം, എൻ്റെ ഒരു സ്ഥാപനത്തിൽ എൻ്റെ കുറെ അസറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് ക്ലെയിം ആദ്യം ഔട്ട്സൈഡേഴ്സിനാ വരിക. എന്തുകൊണ്ടാ? ഞാൻ അവിടെ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തു. അതൊക്കെ ലയബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അവകാശം ആരാ? ആ മുതലാളിയാണ്, ഓണറാണ്. അതാണ് അതിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഡിഡക്ടിങ് ദ ഓൾ ലയബിലിറ്റീസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ക്ലെയിം ഓഫ് ദി ഓണേഴ്സ്. അത്ര ഓർത്തായി, ഓണേഴ്സിന്റെ ക്ലെയിം. ഓക്കെ, ഇനി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തത് ചെലവ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെലവ് എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അതിനി പറഞ്ഞുകൂടാ. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഈ ബിസിനസ് നടത്തുമ്പോൾ നമുക്ക് വരുന്ന ഒരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് എന്താ വന്നെങ്കിൽ ടു ഇൻകർ റവന്യൂ. എനിക്ക് വരുമാനം കിട്ടാൻ വേണ്ടി ഞാൻ കോസ്റ്റ് എടുത്തു. അതിന്റെ മുകളിൽ ഇനി എനിക്ക് കൂടുതൽ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കിട്ടൂല. ആ ഇൻകയുടെ കോസ്റ്റ് ഇനി എനിക്കൊരു ബെനിഫിറ്റ് കിട്ടില്ല. അങ്ങനെ പറയുന്നതാണ് എക്സ്പെൻസ് ആണ്. എനിക്ക് ഇനി എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് എന്താവും? അസറ്റ് ആകും. മനസ്സിലാവുന്നുണ്ടോ? ബിക്കോസ് ഐ ഹാവ് എ കൺട്രോൾ ഓവർ. അപ്പോഴും കൺട്രോൾ എന്നുള്ളൊരു വാക്കും കൂടി നോക്കണം. അപ്പോൾ എനിക്ക് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെലവ്. ബേസിക്കലി എന്താ? എനിക്കൊരു ഔട്ട്ഫ്ലോ വന്നിട്ടുണ്ട്. ആ ഔട്ട്ഫ്ലോ ഞാൻ വരുത്തിയ എന്തിനാ? എനിക്ക് വരുമാനം കിട്ടാൻ വേണ്ടി. പക്ഷെ ഞാൻ ആ വരുത്തിയ ഔട്ട്ഫ്ലോയിൽ എനിക്ക് ഇനിയൊന്നും ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്നില്ല, വരുമാനേ കിട്ടുള്ളൂ. അത് വേറെ രീതിയിൽ വരും, ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് കിട്ടില്ല. ആ ഒരു ഇതിന് പറയുന്നതാണ് എക്സ്പെൻസ്. ബേസിക്കലി എക്സാമ്പിൾ പറയാം, റെന്റ്.
ഞാൻ എൻ്റെ ബിസിനസ്സിൽ എനിക്ക് റെന്റ് വന്നിട്ടുണ്ട്. റെന്റ് എന്ന് പറഞ്ഞാൽ വാടക. വാടക എന്താണ്? എൻ്റെ കോസ്റ്റ് ആണ്. ഞാൻ എന്തിനാ വാടക കൊടുക്കുന്നത്? ആ ബിൽഡിംഗ് എനിക്ക് നിലനിർത്താൻ. എന്തിനാണ് ഞാൻ ആ ബിൽഡിംഗ് നിലനിർത്തുന്നത്? എൻ്റെ ബിസിനസ് മൂവ് ചെയ്യാൻ. ബിസിനസ് മൂവ് ചെയ്താണ്ടാവും എനിക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ അവിടെ ചെലവ് കൊടുത്തു എന്ന് വെച്ചിട്ട് എനിക്ക് ആ ചെലവിൽ എനിക്ക് ഇനി ഭാവിയിൽ ആ ഒരു ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ? നോ ഫർദർ ബെനിഫിറ്റ്. ഓൾറെഡി കിട്ടിയതിന് ഞാൻ ചെലവാക്കുവാണ്. ബേസിക്കലി പറഞ്ഞാൽ ഏപ്രിൽ മാസത്തെ റെന്റ് ഞാൻ എപ്പോഴാണ് കൊടുക്കുക? മെയ് 1st വീക്ക് അല്ലേ? മെയ് 2 കൊടുക്കുക. മെയ് 2 ഞാൻ കൊടുക്കും. അപ്പൊ ഏപ്രിലിൽ എനിക്ക് വന്നിട്ടുള്ള ഇത് ഞാൻ മെയ് 2 ഞാൻ കൊടുക്കുവാണെങ്കിൽ ഏപ്രിലിൽ തന്നെ എനിക്ക് ആ വന്നല്ലോ, ബെനിഫിറ്റ് കിട്ടിയല്ലോ. മെയ് 2 കൊടുത്തു, കോസ്റ്റ് ഇൻകറായി. ആ ഇൻകറുടെ കോസ്റ്റ് എന്തിനാണ് ഞാൻ കോസ്റ്റ് ഇൻകർ ചെയ്തത്? വാടക കൊടുക്കാൻ. അത് എന്തിനായിരുന്നു? എനിക്ക് ആ ബിൽഡിംഗ് നിലനിർത്താൻ. എന്നിട്ട് എന്ത് ചെയ്യണം? എനിക്ക് അതിന് വരുമാനം ജനറേറ്റ് ചെയ്യണം. എനിക്ക് എന്തെങ്കിലും ഇത് എന്തിന്റെ കോസ്റ്റ് ആണ്? ഏപ്രിൽ മാസത്തെ കോസ്റ്റ് കൊടുത്താൽ. ആ ഏപ്രിൽ മാസത്തെ കോസ്റ്റ് കൊടുത്തതിൽ എനിക്ക് ഇനി എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടോ? ഇല്ല. ബിക്കോസ് എന്താ? ഓൾറെഡി എനിക്ക് അത് ഏപ്രിൽ മാസത്തിൽ കിട്ടിക്കഴിഞ്ഞു. ഈ പറയുന്ന സാധനത്തിന്റെ പേരാണ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞത്. ഇലക്ട്രിസിറ്റിയും അതേപോലെ, സാലറിയും അതുപോലെ. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെലവ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഇങ്ങനൊരു ആംഗിളും കൂടി നമ്മൾ ചിന്തിക്കണം. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മൾ 26 മിനിറ്റ് ആയി. ഐ ഹോപ്പ് ദിസ് കുഡ് ബി ഗ്രാസ്ഡ് ഇൻ വിത്ത് യു. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഇനി അടുത്തത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ ബേസിക്സ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓണർ വേറെ ബിസിനസ് വേറെ എന്നാണ് ബേസിക്സ് ആയിട്ട് വരുന്നത്. അക്കൗണ്ടിങ്ങിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ആംഗിൾ ആണ് ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്സ്. എന്ന് വെച്ചാൽ എന്താ? നെവർ മിക്സ് ബിസിനസ് ആൻഡ് ഓണർ. എന്ന് വെച്ചാൽ ഞാനൊരു കമ്പനി തുടങ്ങി. കമ്പനി നോക്കാം, ഞാൻ ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് തുടങ്ങി. ലെറ്റ്സ് സേ SK പ്രൊപ്രൈറ്റേഴ്സ്. എൻ്റെ മാത്രമാണത്. SK പ്രൊപ്രൈറ്റേഴ്സ്. ഓക്കെ, SK പ്രൊപ്രൈറ്റേഴ്സ് എന്ന് പറഞ്ഞത് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ മുതലാളി ആരാ? ഞാൻ തന്നെയാണ് ഇതിന്റെ മുതലാളി. ഓൾറൈറ്റ്, ഇതിന്ന് കിട്ടുന്ന എല്ലാം എനിക്ക് തന്നെയാണ്. ഇതിന്ന് വരുന്നുള്ള വരുമാനം എനിക്ക് തന്നെയാണ്. ഇതിൽ വരുന്നുള്ള ചെലവുകളും എനിക്ക് തന്നെയാണ്. ഇതിൽ വരുന്നുള്ള നഷ്ടങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് തന്നെയാണ്. ഇതിൽ വരുന്ന എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിലോ അതും എനിക്ക് തന്നെയാണ്. സോ അപ്പൊ ലേമൻ ടേമിൽ എന്താ? SK പ്രോപ്പർട്ടി ആരാ? ഷുഹൈബ് തന്നെ. ഷുഹൈബ് എന്തിന്റെ മുതലാളിയാ? SK പ്രോപ്പർട്ടിന്റെ. പക്ഷെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നത് ഇത് രണ്ടും രണ്ട് വ്യക്തികളാണ്. രണ്ട് ആൾക്കാർ. SK പ്രോപ്പർട്ടിന് ഒരു ജീവൻ, പ്രൊപ്രൈറ്റേഴ്സ് എന്ന് പറഞ്ഞു. SK പ്രൊപ്രൈറ്റർ, പ്രോപ്പർട്ടി അല്ല, പ്രൊപ്രൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ജീവൻ, വേറൊരു വ്യക്തി എന്നുള്ള രീതിയിലുണ്ട്. ഇതിലെ കൺട്രോൾ എനിക്കുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബേസിക്കലി പറഞ്ഞാൽ ഇതിൽ കിടക്കുന്നുള്ള ഇപ്പൊ ഞാൻ SK പ്രൊപ്രൈറ്റർ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നു. ക്യാഷ് ആയിട്ടും ഫർണിച്ചറായിട്ടും ഒക്കെ കൊണ്ടുവന്നു. അതിന് പറയുന്ന പേരെന്താ? ക്യാപിറ്റൽ. SK പ്രൊപ്രൈറ്റേഴ്സിന്റെ ഉള്ളിൽ SK പ്രൊപ്രൈറ്റേഴ്സിന് കൺട്രോളും ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റും കിട്ടുന്ന സാധനങ്ങളുണ്ട്. അതിന് പറയുന്ന പേരെന്താ? അസറ്റ് ഉണ്ട്. SK പ്രൊപ്രൈറ്റേഴ്സിന് എന്താണ്? പ്രസന്റ് ഒബ്ലിഗേഷൻ. ഇപ്പോഴും ഒബ്ലിഗേഷൻ ഉണ്ട്. പണ്ട് എന്തോ ചെയ്തതിൽ എന്താണ് അത്? ലയബിലിറ്റി. SK പ്രൊപ്രൈറ്റേഴ്സിന് എന്താണ്? ഒരു ഇൻഫ്ലോ ആയിട്ട് വരുന്നുണ്ട്. എന്താണ്? ഗ്രോസ് ഇൻഫ്ലോ ഓഫ് ക്യാഷ് ആയിട്ട് വരുന്നുണ്ട്, വരുമാനം വരുന്നുണ്ട്. അതെന്താണ്? ഇൻകം. SK പ്രൊപ്രൈറ്റേഴ്സിന് ചെലവുകളും വരുന്നുണ്ട്. അതെന്താണ്? എക്സ്പെൻസസ്. പിന്നെ ഈ എല്ലാ ലയബിലിറ്റിയിലും സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ അസറ്റിന്റെ മേളിൽ ആദ്യത്തെ കോൺട്രിബ്യൂഷൻ ആർക്കാ പോകുന്നത്? ഔട്ട്സൈഡേഴ്സ് അഥവാ ലയബിലിറ്റിനാ പോവുക. ബാക്കി ആർക്കാ പോവുക? ഓണേഴ്സിനാ. ഈ ഓണർ എന്ന് പറയുന്ന ആരാ? ക്യാപിറ്റലാണ്. ആ ഓണർ ആരാ? ഷുഹൈബാണ്. ഇത്രേ ഉള്ളൂ. യു ഗോട്ട് ദ മീനിങ്? അതാണ് ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. ഓണർ വേറെ, ബിസിനസ് വേറെ. ബിസിനസ് വേറൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ബിസിനസ് ഇസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി ഡിസ്റ്റിങ്ക്ട് ഫ്രോം ഇറ്റ്സ് ഓണേഴ്സ് ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിക്വയറിംഗ് ഇറ്റ്സ് ഓൺ ഇൻഡിപെൻഡന്റ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് personal transaction in the owner are not mixed with the financial statements. ഇതിന്റെ ഒരു ഗുണം എന്താ?
എനിക്കിപ്പോൾ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ഉണ്ടാകും, എനിക്കിപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഉണ്ടാകും. എൻ്റെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒക്കെ എവിടെ വരും? എസ്കേ പ്രൊപ്രൈറ്റേഴ്സിൽ വരും. എൻ്റെ പേഴ്സണൽ ട്രാൻസാക്ഷൻ എന്താ വരും? അത് എനിക്ക് തന്നെ ആയിട്ട് വരും. ഇങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നുള്ള പറഞ്ഞ സാധനം കൊണ്ടുവന്നേ. അപ്പം നമ്മൾ ബിസിനസ്സിലോട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ബിസിനസ്സിന് കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കണം. അപ്പോൾ ബിസിനസിൻ്റെ ആംഗിളിൽ ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അതൊരു ലയബിലിറ്റി ആണ്. അപ്പോൾ അതൊരു ബിസിനസ്സിന് തുടങ്ങാൻ വേണ്ടി എന്തെങ്കിലും ആണെങ്കിൽ അതൊരു ക്യാപിറ്റലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു ബിസിനസ്സിന് കൊടുത്തു, ആ ബിസിനസ്സിന് അതിനൊരു കൺട്രോളും ഉണ്ട്, ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ആ ബിസിനസ്സിന് എന്തായിരിക്കും? അത് അസറ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? വേറൊരു വ്യക്തി എന്നുള്ളൊരു മനസ്സിൽ വെച്ചിട്ട് പോകണം. ഓക്കെ, ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പം ഇത്രയും നേരം ഞാൻ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഡെപ്ത് എടുത്തു തരാം. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ രീതിയിൽ ഞാനൊരു ടി ഫോർമാറ്റ് വരയ്ക്കുകയാണ്. ജസ്റ്റ് എൻ്റെ ഒരു ബുക്കിൽ എഴുതിക്കണ്ട്, ഇതിൽ യാതൊരു ബന്ധമില്ല, യാതൊരു അക്കൗണ്ടിങ് ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഞാൻ ഡെബിറ്റ് എന്താ ക്രെഡിറ്റ് എന്താ അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഒരു ടേംസ് ഞാൻ പറഞ്ഞില്ല. ജസ്റ്റ് ഒരു പൊസിഷന് കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് കാണിക്കാം. ലെറ്റ്സ് എനിക്ക് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു. എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് നിലയിൽ എന്താണ് എൻ്റെ അവസ്ഥ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കുകയാണ് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം, ഒന്നും ആലോചിക്കണം. ഞാൻ എൻ്റെ ബിസിനസ്സിൽ എന്ത് ചെയ്തു? 1,00,000 rupees ഞാൻ കൊണ്ടുവന്നു. ഇത് എസ്കേ പ്രൊപ്രൈറ്റേഴ്സ് ആണ്. എസ്കേ പ്രൊപ്രൈറ്റേഴ്സ്. ഓക്കെ, എൻ്റെ ബിസിനസ്സിലോട്ട് ഞാൻ എന്ത് ചെയ്തു? 1,00,000 rupee ക്യാഷ് കൊണ്ടുവന്നു എൻ്റെ ബിസിനസ്സിലോട്ട്. ഇങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എസ്കേ പ്രൊപ്രൈറ്റേഴ്സിന്. എന്താണ്? എസ്കേ പ്രൊപ്രൈറ്റേഴ്സിന് ക്യാഷ് കിട്ടുകയാണ്. ക്യാഷ് കിട്ടുമ്പോൾ എന്താണ് ഡെഫിനിഷൻ? നോക്ക്, ആ ക്യാഷിന്റെ മുകളിൽ കൺട്രോൾ ആയിരിക്കാം എസ്കേ പ്രൊപ്രൈറ്റേഴ്സിന്. ആ ക്യാഷിന്റെ മുകളിൽ എന്തെങ്കിലും ഫ്യൂച്ചർ എക്കണോമിക്, ആ ക്യാഷ് വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം എസ്കേ പ്രൊപ്രൈറ്റേഴ്സിന്. ഞാൻ പറഞ്ഞു, എസ്കേ പ്രൊപ്രൈറ്റേഴ്സ് ഒരു വ്യക്തിയാണ്. ഷുഹൈബ് ക്യാഷ് കൊണ്ടുവന്നു എസ്കേ പ്രൊപ്രൈറ്റേഴ്സിന് ബിസിനസ് തുടങ്ങാൻ വേണ്ടി. സോ ബേസിക്കലി അതെന്താണ്? ക്യാഷ് അസറ്റാണ് അല്ലേ? ഞാൻ രണ്ട് സെപ്പറേറ്റ് സൈഡ് കൊടുക്കുക. ഈ സൈഡിൽ ഞാൻ അസറ്റ്സ് എഴുതും, ഈ സൈഡിൽ ഞാൻ ലയബിലിറ്റിയും ക്യാപിറ്റലും എഴുതും. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ എത്ര രൂപയായി ഞാൻ കൊണ്ടുവന്ന്? 1,00,000. രണ്ട് എഫക്റ്റാണ് നടക്കുന്നത് കേട്ടോ. 1,00,000 rupee ക്യാഷ് കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഒരേ സമയത്ത് എന്താ ഉണ്ടായത്? എസ്കേ പ്രൊപ്രൈറ്റേഴ്സിന് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് എവിടുന്നാ വന്നത്? ഷുഹൈബ് വന്ന് കൊടുത്തതാണ്. യെസ് പറഞ്ഞോ? അപ്പൊ എസ്കേ പ്രൊപ്രൈറ്റേഴ്സിന് ഒരു ബാധ്യത ഉണ്ട്, ഷുഹൈബിനെ സെറ്റിൽ ചെയ്യണം എന്നുള്ളത്. സോ ഷുഹൈബ് ഇസ് എ ലയബിലിറ്റി ഫോർ എസ്കേ. പക്ഷെ ഷുഹൈബ് ഇസ് ആൻ ഓണർ. എ ലയബിലിറ്റി ഹൂ ഇസ് ആൻ ഓണർ ഇസ് എ ക്യാപിറ്റൽ. ഓക്കെ, അതാണ് സംഭവം. ഇത്ര ആലോചിച്ചാൽ ഞാൻ ഇത്രയും നേരം ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഒന്നും കൂടി ഞാൻ ഇതാക്കാം. എ ലയബിലിറ്റി എസ്കേ പ്രൊപ്രൈറ്ററിന് എന്താ? ഷുഹൈബ് ക്യാഷ് കൊടുത്തു എസ്കേ പ്രൊപ്രൈറ്റേഴ്സിന്, 1,00,000 രൂപ ക്യാഷ് കൊടുത്തു. അപ്പൊ ആ 1,00,000 രൂപ ക്യാഷ് എസ്കേ പ്രൊപ്രൈറ്റേഴ്സിന് എന്താണ്? കൺട്രോളും ഉണ്ട്, ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റും ഉണ്ട്. അതേ സമയത്ത് വേറൊരു സംഭവം നടക്കുന്നുണ്ട്. പൈസ ഒന്ന് തിരിച്ചു ചിന്തിച്ച, എനിക്ക് ഷുഹൈബിന് ഇത് തിരിച്ചു കൊടുക്കണം, എനിക്കൊരു കടം വന്നിട്ട് പ്രസന്റ് ഒബ്ലിഗേഷൻ, എനിക്ക് ക്യാഷ് ഇടുക, അതേപോലെ ഞാൻ തിരിച്ചെന്തെങ്കിലും ചെയ്ത് കൊടുക്കണം, അതേപോലെ ഞാൻ കൊടുക്കുക, അല്ല എന്തെങ്കിലും ഞാൻ റിട്ടേൺ കൊടുക്കണം. പ്രസന്റ് ഒബ്ലിഗേഷൻ ആസ് എ റിസൾട്ട് ഓഫ് എ പാസ്റ്റ് ഇവന്റ് എന്ന് പറഞ്ഞിട്ട് വന്നു. സോ ഷുഹൈബ് എന്താണ്? എനിക്ക് ലയബിലിറ്റി ആണ്. പക്ഷെ ഷുഹൈബ് എന്താണ്? ഇതിന്റെ ഓണറാണ്. എസ്കേ പ്രൊപ്രൈറ്റേഴ്സിന്റെ ഓണറാണ്. എ ഓണർ ഹു ഇസ് എ ലയബിലിറ്റി ഈസ് എ ക്യാപിറ്റൽ. ഗോട്ട് ഇറ്റ്? ഇത് രണ്ട് സൈഡും എഫക്റ്റ് വരും. ബാലൻസ് ഷീറ്റ്, ഇനി ആ ബാലൻസ് ഷീറ്റിന്റെ മീനിങ് പറയാം. ബാലൻസ് ഷീറ്റ് എന്ന് ബേസിക്കലി പറഞ്ഞാൽ ആ ഒരു ഡേറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്താണ് എൻ്റെ സമ്മറൈസ് ആയിട്ട് വരുന്നുള്ള ഒരു ഫോർമാറ്റ്. ഇപ്പൊ ഇതിൽ കാണുമ്പോൾ എന്താ? എനിക്ക് ക്യാഷ് ആയിട്ട് 1,00,000 രൂപ ഉണ്ട്, അതേപോലെ ഷുഹൈബിന് ഞാൻ എന്ത് ചെയ്യണം? 1,00,000 രൂപ കൊടുക്കണം എന്ന് എനിക്കൊരു ഇൻഫോർമേഷൻ ഇവിടെ കിട്ടുവാണ്. ദിസ് ഇസ് വാട്ട് ഇറ്റ് മീൻസ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഇനി ഒരു കാര്യം, ബിസിനസ് തുടങ്ങി, എനിക്ക് 1,00,000 രൂപ കിട്ടി. ഇനി ഞാൻ പറയാം, മെഷീൻ മേടിക്കണം. ബിസിനസ് തുടങ്ങണമെങ്കിൽ എനിക്ക് എസ്കേ പ്രൊപ്രൈറ്റേഴ്സിന് ബിസിനസ് തുടങ്ങണമെങ്കിൽ ഫർണിച്ചർ ബിസിനസ് ആണ് നോക്കാം. ഫർണിച്ചർ ബിസിനസ് ചെയ്യണമെങ്കിൽ എനിക്ക് ഫർണിച്ചറിന്റെ മെഷീൻ മേടിക്കണം. ആ മെഷീന്റെ കോസ്റ്റ് വരുന്നത് 30,000 rupees ആണെന്ന് നോക്കാം. എന്ത് ചെയ്യും എസ്കേ പ്രൊപ്രൈറ്ററിന്റെ കയ്യിൽ എത്ര ഉണ്ട്? ക്യാഷ് എന്നും പറഞ്ഞിട്ട് 1,00,000 rupee ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? കടയിൽ ചെന്നിട്ട് എന്ത് ചെയ്യും?
ഈ ക്യാഷ് എടുത്തിട്ട് 30,000 റുപ്പീസ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, കടയിൽ കൊടുക്കും. ഇൻ റിട്ടേൺ എന്ത് ചെയ്യും, മെഷീനറി കിട്ടും. ദിസ് ഇസ് വാട്ട് ഇറ്റ്സ് ഗോണ ഹാപ്പൻ അല്ലേ? ഓക്കെ, അപ്പം ഞാനിത് എൻട്രി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ലെറ്റ്സ് ടേക്ക് ഫോർ എക്സാമ്പിൾ. എൻട്രി എന്നല്ല, ഐ മീൻ എന്താണ് പ്രോസസ്സ് നടക്കാൻ പോകുന്ന പറയാം. 30,000 റുപ്യ, 30,000 റുപ്പീസ്. ഇത് എസ്കേ പ്രൊപ്പറേറ്റർ എന്ത് ചെയ്യുന്നു, ഈ 30,000 റുപ്പീസ് എടുത്തിട്ട് ആ ഒരു മെഷീൻ മേടിക്കാൻ വേണ്ടി ആൾക്ക് കൊടുത്തു. അപ്പം എന്തായി ഇവിടെ, ബാക്കി എത്ര ക്യാഷായി? 70,000 റുപ്പീസ് അല്ലേ ഉള്ളൂ. യെസ് ഓർ നോ? ഞാൻ ഒരു ബേസിക്സ്, ഞാൻ എന്താ പറയുന്നത്, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഡെബിറ്റ് ക്രെഡിറ്റ് അക്കൗണ്ട്സ് ഒന്നും ഞാൻ പറയില്ല. എന്താ അപ്പം നടക്കുന്നത് ഞാൻ പറയാം. 70,000 റുപ്പീസ് കൊടുത്തു. അതേപോലെ തിരിച്ചെന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടല്ലോ. എന്താണത്? എനിക്ക് മെഷീൻ കിട്ടുവാണ്. ആ മെഷീൻ്റെ വാല്യൂ എന്താ? ഞാൻ കൊടുത്ത പൈസ അത് എത്രയാണ്? 30,000 റുപ്പീസ്. മെഷീൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആലോചിക്കാം, ഈ മെഷീന് നമ്മളാ വരുന്ന ഡെഫിനേഷനിൽ ഏതിലാ വരിക? ഫസ്റ്റ് വരിക അസറ്റിൻ്റെ. ഈ മെഷീൻ്റെ കൺട്രോൾ ആയിരിക്കാം എസ്കേ പ്രൊപ്പറൈറ്റേഴ്സിന്. ഈ മെഷീൻ എനിക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കേട്ടോ കിട്ടും. എങ്ങനെ? ഇതിന്ന് ഞാൻ ഇങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റും. എനിക്ക് ബിസിനസ് കൊണ്ട് മുന്നിട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ മെഷീൻ ഈസ് വാട്ട് മൈ അസറ്റ്. അസറ്റ് എവിടെ വരും? ഈ സൈഡിൽ വരും. 30,000 റുപ്പീസ്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നേരത്തെ ഇവിടെ വന്നപ്പോൾ രണ്ട് സൈഡിലും 1 ലാഖും 1 ലാഖ് എന്ന് പറഞ്ഞു വന്നു ആദ്യം ഞാൻ കാണിച്ചപ്പോൾ. പിന്നെ ഇപ്പം എന്തുണ്ടായി? 1 ലാഖും 70,000 30,000. ഇപ്പോഴും എത്ര വരുന്നത്? 1 ലാഖും 1 ലാഖും. ഇനി നെക്സ്റ്റ് ഡേ, ലെറ്റ്സ് ടേക്ക് ഫോർ എൻ എക്സാമ്പിൾ, ഒരു കാര്യം നടന്നു. എനിക്ക് എൻ്റെ ബിസിനസ് തുടങ്ങണം, ഇനിയും എനിക്ക് എക്സ്പാൻഡ് ചെയ്യണം, എനിക്ക് ലോൺ എടുക്കണം 50,000 റുപ്പീസ്. എനിക്ക് ബാങ്ക് പോയിട്ട്, എസ്കേ പ്രൊപ്പറൈറ്റേഴ്സ് ബാങ്ക് പോയിട്ട് ലോൺ എടുക്കണം 50,000 രൂപ. ഓക്കെ, അപ്പോൾ ബാങ്ക് പോയി കണാരൻ പറഞ്ഞാൽ ദേവി ഇതെനിക്ക് ലോൺ തരണം 50,000 റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെന്നു. കിട്ടിയോന്ന് നമുക്ക് നോക്കണം. ലെറ്റ്സ് സാങ്ഷനായി വന്നു, അതായത് ലോൺ തരാം എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പം എന്തായി? ബാങ്ക് എന്ത് ചെയ്തു? എസ്കേക്ക് കൊടുത്തു പൈസ. എത്ര? 50K. എന്താ സംഭവിച്ചേ? ഇപ്പൊ ക്യാഷ് എത്ര ഉണ്ട്? 70,000 അല്ല, 70,000 പ്ലസ് 50,000 എന്ന് പറഞ്ഞിട്ട് എത്രയായി? 1,20,000 റുപ്പീസ് ആയി ഇപ്പൊ ക്യാഷ്. നേരത്തെ 70,000 രൂപ, ഇപ്പൊ 50,000 രൂപയും കിട്ടി. 1,20,000 റുപ്പീസ് ആയി ക്യാഷ് ഇപ്പോൾ. യെസ് ഓർ നോ? 50,000 രൂപ. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്തൊരു സംഭവം നടക്കുമ്പോൾ രണ്ട് സിറ്റുവേഷനാണ് നടക്കുന്നത്. ഒന്ന്, എനിക്ക് ക്യാഷ് കിട്ടി. അതേപോലെ വേറൊരു സാധനം, എനിക്കിപ്പോൾ ബാങ്ക് ക്യാഷ് എന്നത് ചുമ്മാ ആണോ? ഇതെനിക്ക് ബാങ്കിന് തിരിച്ചു കൊടുക്കണ്ടേ? യെസ് ഓർ നോ? അപ്പോൾ ഇപ്പൊ ബാങ്കിന് എന്താണ്? എനിക്കിപ്പോൾ കറന്റ് എസ്കേ പ്രൊപ്പറേറ്ററിന്റെ ആംഗിൾ എടുക്കാം. ഞാൻ ഷുഹൈബ് എന്നല്ല, ഞാൻ എസ്കേ പ്രൊപ്പറേറ്റർ എന്ത് ചെയ്തു? ബാങ്കിൽ നിന്ന് 50,000 റുപ്പീസ് എടുത്തു. അപ്പൊ ക്യാഷ് ആയിട്ട് വന്നു. അപ്പൊ ക്യാഷ് എന്തായി? അത് കൂടി 1,20,000 റുപ്പീസ് ആയി. 50,000 അതിൽ നിന്ന് ആഡ് ചെയ്തപ്പോൾ. അതേപോലെ വേറൊരു സംഭവം നടക്കുന്നത്, എനിക്ക് ഈ പൈസ ബാങ്കിന് തിരിച്ചു കൊടുക്കണ്ടേ? അപ്പൊ എന്താ അവിടെ വന്ന്? ബാങ്കിൽ നിന്ന് എനിക്കിപ്പോ ഒരു ഒബ്ലിഗേഷൻ വന്നിട്ടുണ്ട്. ഐ ഹാവ് എ പ്രസന്റ് ഒബ്ലിഗേഷൻ ആസ് എ റിസൾട്ട് ഓഫ് എ പാസ്റ്റ് ഇവന്റ്. എന്താണ് ഇവന്റ് ഉണ്ടായി? ഞാൻ കാശ് എടുത്തു. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കറന്റ് ആയിട്ട് വന്ന് ഞാൻ കാശ് എടുത്തു. അതുകൊണ്ട് എന്തായി? ഇതെനിക്ക് ലോണായി. ഇത് ഓണർ ആണോ ലോൺ? അല്ല, എസ്കേ പ്രൊപ്പറേറ്ററിന്റെ ലോണാ, ഷുഹൈബിന്റെ ലോൺ അല്ല. ഞാൻ പറഞ്ഞു ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഷുഹൈബ് വേറെ, എസ്കേ പ്രൊപ്പറേറ്റർ വേറെ. ഇത് ഷുഹൈബിന്റെ ലോൺ ആണോ? ഷുഹൈബ് എന്ന ലോൺ ആണോ? അല്ല, ബാങ്ക് എന്ന ലോണാ. സോ ഇറ്റ്സ് ആൻ ഔട്ട്സൈഡർ. സോ ഇറ്റ്സ് എ ലയബിലിറ്റി. ലയബിലിറ്റിയും ക്യാപിറ്റലും വരുമ്പോൾ ഈ സൈഡിൽ എഴുതണം എന്ന് ഞാൻ പറഞ്ഞു. ബാങ്ക് ലോൺ എന്ന് പറഞ്ഞ് ഞാൻ കാണിക്കുക, എന്തെങ്കിലും പേരാവട്ടെ, ബാങ്ക് ലോൺ എന്ന് പറഞ്ഞിട്ട് 50,000 റുപ്പീസ് ആയി. യെസ് ഓർ നോ? ഇപ്പൊ എത്രയായി ടോട്ടല്? 1,50,000 and also at this side 1,50,000. Yes or no? ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓൾറൈറ്റ്. അപ്പൊ അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നുള്ള ഒരു ഫീല് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോൺ വന്നു, ആ ഒരു കാര്യത്തിൽ വന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതാണ് നമ്മൾ നടക്കുന്നത്. എപ്പോഴും ഒരു രണ്ട് എഫക്റ്റീവ് ഇതിൽ വരും. നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യാനുള്ള എന്താണെന്ന് ഞാൻ മീനിങ് ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മളത് പറയും. ഞാൻ ജസ്റ്റ് ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ, ഇപ്പൊ എന്റെ നിലവിൽ എന്താ നടക്കുന്നത്, ഡേ ടു ഡേ ബേസിൽ എന്താണ് ഇപ്പൊ നടക്കുന്നത്, ഇപ്പൊ അവസാനമായിട്ട് എന്താ നടക്കുന്നത് എന്ന് കാണിക്കണേ. ഇപ്പൊ നോക്കുമ്പോൾ എന്താണ്? ക്യാപിറ്റൽ 1,00,000 രൂപ. ഷുഹൈബ് ഇവിടെ 1,00,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഷുഹൈബിന് എനിക്ക് 1,00,000 രൂപ കൊടുക്കാനുണ്ട്. അതേപോലെ എനിക്കൊരു ബാങ്ക് ലോൺ ഉണ്ട്.
50,000 രൂപ ബാങ്ക് നിർത്തി ഒരു ലോൺ എസ് കെ പ്രൊപ്രൈറ്റേഴ്സിന് ഒരു 50,000 രൂപ ലോൺ കൊടുക്കാണ്ട്. അസറ്റ്സ് ആയിട്ട് പോയാൽ എന്തൊക്കെയാണ് അസറ്റ്സ് വരുന്നത്? ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് 1,20,000 റുപ്പീസ് ഉണ്ട്. അതേപോലെ ഞാനൊരു മെഷീൻ മേടിച്ചു 30,000 റുപ്പീസ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഈ പറയുന്ന ടോട്ടൽ അസറ്റ്സ് 1,50,000 ആദ്യം ആർക്കാണ് ക്ലെയിം പോവുക? ബാങ്കിനാണ് ക്ലെയിം പോവുക ആദ്യം. ഇതല്ല ഞാൻ പറഞ്ഞത് ലയബിലിറ്റി. ഫസ്റ്റ് ക്ലെയിം ഔട്ട്സൈഡേഴ്സിന് പോകുന്നത് ഇതിലാണ്. ഔട്ട്സൈഡ് ടോട്ടൽ അസറ്റ്സിൽ പോകുന്ന ക്ലെയിം ഔട്ട്സൈഡേഴ്സിനാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് അസറ്റ് ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ എക്സ്പെൻസ്. ഇല്ലെങ്കിൽ കിളി പോയിട്ടാണെന്ന് അറിയാം. ബട്ട് ഡോണ്ട് വെറി റുക്കോ ജാന റുക്കോ. ഇനി വരുമ്പോൾ ഇത് ക്ലിയർ ആണ്. ഞാൻ പറഞ്ഞു, ഞാൻ അതുകൊണ്ടാണ് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു മുൻകൂർ ജാമ്യം എടുത്തത്. പേടിക്കണ്ട മക്കളെ, ആദ്യം കിളി പോയ പോലെ തോന്നും, പക്ഷെ എല്ലാം പറന്ന കിളികളൊക്കെ ഞാൻ തിരിച്ചു വരുത്തി തരാം എന്ന് ഞാൻ പറഞ്ഞത് ആ ഒരു പോയിന്റിലാണ്. ഓക്കെ, ഇനി വേറൊരു കോൺസെപ്റ്റും കൂടി പഠിക്കാനുണ്ട്. ഡബിൾ എൻട്രി കോൺസെപ്റ്റ്. ഡബിൾ എൻട്രി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊരു സംഭവം നടക്കുമ്പോൾ ഒരു രണ്ട് സിറ്റുവേഷൻ നടക്കും എന്ന് പറഞ്ഞേ, അതേപോലെ തന്നെ എന്തൊരു സംഭവം നടക്കുമ്പോൾ രണ്ട് സൈഡ് നടക്കും എന്ന് ഞാൻ പറയാം. രണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്ന പകരം രണ്ട് സൈഡ് ഇതിൽ നടക്കും. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കുന്നത് പറഞ്ഞു. ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഇപ്പോൾ ഷുഹൈബ് ഇവിടെ വന്നിട്ട് എസ് കെ പ്രൊപ്രൈറ്റേഴ്സിൽ ക്യാഷ് ഇട്ടു, കൊട്ടിട്ടു. എന്തായി? എസ് കെ പ്രൊപ്രൈറ്റേഴ്സിന് ക്യാഷ് കിട്ടി. അതേപോലെ ഷുഹൈബിന് കൊടുക്കാനുണ്ട്. രണ്ട് എഫക്റ്റ് വന്നില്ലേ? പിന്നെ അതേപോലെ മെഷീൻ മേടിക്കണം. എസ് കെ പ്രൊപ്രൈറ്റേഴ്സ് ക്യാഷ് എടുത്ത് കമ്പനിക്ക് കടക്കാരന് കൊടുത്തു. ഒരു സംഭവം നടന്നു. അതേപോലെ സംഭവം എന്താ? മെഷീനറി വന്ന് എനിക്ക് കിട്ടി. പിന്നെ ലോണിന്റെ കാര്യം പറഞ്ഞു. എസ് കെ പ്രൊപ്രൈറ്റേഴ്സ് എന്നിട്ട് ബാങ്കിൽ വന്നിട്ട് ലോൺ കിട്ടി, പൈസ കിട്ടി, അപ്പൊ ക്യാഷ് കൂടി. അതേപോലെ തന്നെ എന്താണ്? എനിക്ക് ഈ ലോണും ബാങ്കിക്ക് തിരിച്ച് വീട്ടാനുണ്ട്, എസ് കെ പ്രൊപ്രൈറ്റേഴ്സ് ബാങ്കിന് തിരിച്ച് വീട്ടാനുണ്ട്. ലയബിലിറ്റി വന്നു. എപ്പോഴും രണ്ട് സൈഡ് വരുന്നുണ്ട്, ഒരു ഡെബിറ്റ് ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട്. കുറെ പേർക്ക് വരുന്ന ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യുക എന്നുള്ള രീതിയിൽ വരും. ദാറ്റ് ഈസ് അട്ടർ ബുൾഷിറ്റ്. അല്ല, കോമേഴ്സ് പിള്ളേർ ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങനെയല്ല. അപ്പൊ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ അർത്ഥം അല്ല, ഇറ്റ്സ് ജസ്റ്റ് രണ്ട് സൈഡാണ്. നിങ്ങൾ എന്നിട്ട് എന്താ പറയാ, സോൾട്ട് എന്ന് പറഞ്ഞു. എന്തിനാ നിങ്ങൾ അതിന് സോൾട്ട് എന്ന് വിളിക്കുന്നത്? ഉപ്പ് എന്തിനാ നിങ്ങൾ അതിന് വിളിക്കുന്നത്? ഷുഗർ, പഞ്ചസാര, നിങ്ങൾ എന്തിനാ അതിന് പഞ്ചസാര എന്ന് വിളിക്കുന്നത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആവും. നിങ്ങൾ എന്തിനാ ഇതിനെ ലാപ്ടോപ്പ് എന്ന് വിളിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇതിന് മൈക്ക് എന്ന് വിളിക്കുന്നത്? ഉത്തരമല്ല. അതേപോലെ തന്നെ ഇത് ഡെബിറ്റ് ക്രെഡിറ്റ് രണ്ട് സൈഡ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഷോർട്ട് ഫോമാണ് ഞാൻ DR CR. മീനിങ് പറയാൻ പറ്റില്ല. വാട്ട് യു മീൻ ബൈ ഡെബിറ്റ്, വാട്ട് യു മീൻ ബൈ ക്രെഡിറ്റ്? ഇല്ല, ഇറ്റ്സ് ജസ്റ്റ് ടു സൈഡ്സ്. ഞാൻ പറഞ്ഞു, എന്തൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ രണ്ട് സൈഡ് നടക്കും. ഒരു ഡെബിറ്റ് ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് ഉണ്ടാവും. അതാണ് ഇവിടെ ഞാൻ പറഞ്ഞത് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു. പിന്നെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യും, വി വിൽ ഗോ അഹെഡ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ബേസിക്സ് ആണ് തന്നെ. സിംഗിൾ എൻട്രീസ് ഉണ്ട്, നോർമൽ അക്കൗണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അത്ര ഡെപ്ത് ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സാമിനുള്ള ഡെപ്ത് മാത്രമേ ഞാൻ ഇവിടെ തരുന്നുള്ളൂ. ഓൾ റൈറ്റ്. So basically double entry system എന്താ? Accounting attempt to record both the effect of the transaction or event on the entity's financial statements. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ എപ്പോഴും രണ്ട് എഫക്റ്റ് കൊണ്ടുവരാൻ ശ്രമിക്കും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു എഫക്റ്റ്. അതൊരു ഡെബിറ്റ് ഉണ്ടാവും, അതൊരു ക്രെഡിറ്റ് ഉണ്ടാവും. അതിന്റെ അർത്ഥം എന്താ? രണ്ടിന്റെ വാല്യൂ സെയിം ആയിരിക്കും. നമ്മളിപ്പോൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ. ബാങ്ക് എന്നിട്ട് എന്ത് ചെയ്തു? 50,000 റുപ്പീസ് എസ് കെ പ്രൊപ്രൈറ്റേഴ്സിന് കൊടുത്തു. അപ്പൊ എസ് കെ പ്രൊപ്രൈറ്ററിന്റെ കേസിൽ എന്താ? 50,000 റുപ്പീസ് കിട്ടി, 50K കിട്ടി. അതേപോലെ എന്താ? എസ് കെ പ്രൊപ്രൈറ്റേഴ്സ് ബാങ്കിന് 50K കൊടുക്കാനുണ്ട്. ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ്. അതിലേതാ ഡെബിറ്റ്, അതിലേതാ ക്രെഡിറ്റ് നമ്മൾ പറയാം. Alright, it represents the duality principle, also known as dual aspect എന്ന് പറയും. Okay, that's it. This is what I mean. ഈ thumb rule of fundamental. This is very 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 important. നമ്മൾ ഇനി നമുക്ക് അതും കൂടി നോക്കാം. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ഇവിടെ തന്നെ എനിക്ക് ഫീൽ കിട്ടുന്നുണ്ട്, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ ഇവിടെ കാണുമ്പോൾ. ഡോണ്ട് വെറി ഗൈസ്, ഈ പറഞ്ഞ കിളികളൊക്കെ തിരിച്ചു വരും, പേടിക്കണ്ട, ഒക്കെ തിരിച്ചു വരും. നമുക്ക് നോക്കാം. ഇനി ഞാൻ ഇത് രണ്ട് സെക്ഷൻ ആയിട്ടിട്ടുണ്ട്. അസറ്റ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞതിൽ കാണാം. ഫസ്റ്റ് വൺ ഇടുക അസറ്റ്. അസറ്റ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് എന്നാണ് പറയാം. അതെന്താ ഡെബിറ്റ് എന്ന് നമുക്ക് നോക്കാം. അതിന് പറയുന്ന പേരാണ് ഡെബിറ്റ് ബാലൻസ്. ഓക്കെ, കൂട്ടുകയാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും, കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും എന്നാണ്. അസറ്റ് കുറയ്ക്കൂ എന്ന് പറയുമ്പോൾ അല്ല, അസറ്റ് ക്രെഡിറ്റ് ചെയ്യും. അസറ്റ് കൂട്ടു, അസറ്റ് ഡെബിറ്റ് ചെയ്യും എന്നാണ് പറയാം.
സോ ബേസിക്കലി എന്താ, അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതെന്താണ് സൈഡ് നമ്മൾ പറയാം, ലെഫ്റ്റിലാണോ വരിക റൈറ്റിലാണോ വരിക അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക. ബട്ട് ഇനി അറിയുമ്പോൾ അസറ്റ് കൂട്ടുക, അസറ്റ് ഡെബിറ്റ് ചെയ്യുക, അസറ്റ് കുറയ്ക്കുക, അസറ്റ് ക്രെഡിറ്റ് ചെയ്യുക. അതേപോലെ എക്സ്പെൻസും അതിന്റെ ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് എന്നാണ് പറയാം. അതായത് അവസാനത്തെ ഒരു സമ്മറൈസ് ഫിഗർ വരുമല്ലോ, അതിന് പറയുന്ന പേരാണ്, ബാലൻസ് ഫിഗറിന് പറയുന്ന ഒരു പേരാണ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. എക്സ്പെൻസസ് എന്ത് സൈഡാണെന്നൊക്കെ പറയാം. എക്സ്പെൻസ് കൂട്ടണം, ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് കുറയ്ക്കണം, ക്രെഡിറ്റ് ചെയ്യണം എന്നാണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ ചിന്തിക്കുമ്പോൾ എന്താണ്, കൂട്ടുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, കുറയ്ക്കുമ്പോൾ ക്രെഡിറ്റ് ചെയ്യാന്ന് പറയും. അല്ല, ലയബിലിറ്റിയും ഇൻകമും ക്യാപിറ്റൽ വരുമ്പോൾ നേരെ തിരിഞ്ഞു ഗൈസ്. ലയബിലിറ്റിയുടെ ബാലൻസ് ഫിഗർ എന്താ, ക്രെഡിറ്റ് ആണ്. ലയബിലിറ്റി കൂട്ടു എന്ന് പറയുമ്പോൾ ലയബിലിറ്റി ക്രെഡിറ്റ് ചെയ്യൂ എന്ന് പറയാം. നേരത്തെ എന്താ പറഞ്ഞത്, അസറ്റ് കൂട്ടു എന്ന് പറയുമ്പോൾ എന്താ, ഇത് അസറ്റ് ഡെബിറ്റ് ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞത്. അസറ്റ് ഡെബിറ്റ് ചെയ്യുമ്പോൾ അസറ്റ് കൂട്ടുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ലയബിലിറ്റി ക്രെഡിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി കൂട്ടുക എന്നാണ്. നേരെ തിരിഞ്ഞു. ഇറ്റ് കംസ് വിത്ത് ദ പ്രാക്ടീസ് ഗൈസ്. അപ്പോൾ ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക, കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക, കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക, കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. ഇതാണ് അതിൻ്റെ അർത്ഥം. നേരെ തിരിഞ്ഞു. ഇപ്പം ഞാൻ ഇതിൽ പറഞ്ഞില്ല, ആലിസ് എന്നല്ല ഞാൻ ഇട്ടത്. ഇതിൽ അവസാനത്തെ രണ്ടെണ്ണം എന്താ, അസറ്റും എക്സ്പെൻസും അല്ലെ. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. കൂടുമ്പോൾ എന്താ, ഡെബിറ്റ് ചെയ്യുക. കുറയുമ്പോൾ എന്താ, ക്രെഡിറ്റ് ചെയ്യുക. ഡെബിറ്റ് ക്രെഡിറ്റ്. അസറ്റും എക്സ്പെൻസിന്റെ കാര്യം, അസറ്റും എക്സ്പെൻസിന്റെയും കാര്യം. ഇനി ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. കൂടുമ്പോൾ എന്താ, ക്രെഡിറ്റ് ചെയ്യുക. കുറയുമ്പോൾ എന്താ, ഡെബിറ്റ് ചെയ്യുക എന്നാണ് പറയുക. അപ്പോൾ എന്താ സാറ് ഇപ്പോൾ പറയണേ? ഒന്നുമില്ല, ജസ്റ്റ് കൂട്ടുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. ഇത് പറഞ്ഞ് ശ്രമിക്കുക. നമ്മൾ ടേംസ് ആണ് നമ്മൾ പറയാൻ നോക്കുക. ഐ എം ആക്ച്വലി ഗിവിംഗ് യു എ ലാംഗ്വേജ് ഓവർ ഹിയർ. ഞാൻ നിങ്ങളെ ലാംഗ്വേജിലോട്ട് കൊണ്ടുവരാൻ വരാം. അസറ്റ് കൂട്ടുക, ഡെബിറ്റ് ചെയ്യുക. അസറ്റ് കുറയ്ക്കുക, ക്രെഡിറ്റ് ചെയ്യുക. എക്സ്പെൻസ് കൂട്ടുക, ഡെബിറ്റ് ചെയ്യുക. എക്സ്പെൻസ് കുറയ്ക്കുക, ക്രെഡിറ്റ് ചെയ്യുക. ഇനി ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. ലയബിലിറ്റി കൂട്ട്, ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റി കുറയ്ക്ക്, ഡെബിറ്റ് ചെയ്യും. തിരിഞ്ഞു. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഫ്ലോ എനിക്ക് പറയാൻ പറ്റും. ഇറ്റ് കംസ് വിത്ത് പ്രാക്ടീസ് ഗൈസ്. നിങ്ങൾ തന്നെ ആലോചിക്കണം, 2 വർഷം +1 +2 പഠിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നത് ആസ് എ ഫൗണ്ടേഷൻ എന്നുള്ളത്. അപ്പോൾ 40 മിനിറ്റിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ കോൺസെപ്റ്റ് ഫസ്റ്റ് 2 months വരുന്ന ട്രെയിനിങ് ആണ്. 40-45 മിനിറ്റ്സ് അടുത്ത് ഞാൻ കോൺസെപ്റ്റ് പറഞ്ഞു. ഇത് ആക്ച്വലി 2 മാസത്തെ ട്രെയിനിങ് ആണ് പിള്ളേരുടെ. പേടിക്കണ്ട, ഒക്കെ ഈ പറഞ്ഞ കിളികളൊക്കെ ഞാൻ തിരിച്ചു വരുത്തി തരാം. ഇറ്റ് കംസ് വിത്ത് പ്രാക്ടീസ്. അതിന്റെ നോട്ടും ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ബെയർ വിത്ത് മീ. അപ്പൊ ഞാൻ അക്കൗണ്ട്സിന്റെ ബേസിക്സിന്റെ ഫസ്റ്റ് പാർട്ട് ഓഫ് വീഡിയോ ഇസ് ഡൺ. ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്, ടേക്ക് എ ബ്രീത്ത്. അത് കഴിഞ്ഞതൊന്ന് വായിച്ചു നോക്കാം, അല്ലെങ്കിൽ ഒന്നും കൂടി ഒരു വീഡിയോ കാണാം, എന്നിട്ട് പിന്നെ അടുത്തിലോട്ട് പോവാം. പേടിക്കേണ്ട മക്കളെ, പറന്ന കിളികളൊക്കെ ഞാൻ തിരിച്ചു വരുത്തി തരും. ഇതെന്റെ വാക്കാ. വരും, വരുത്തി ഞാൻ തരും. സോ വിൽ വൈൻഡ് അപ്പ് ഓവർ ഹിയർ. ഓക്കെ, so let's move ahead with the next video. Before that, take a short break and then we'll get move ahead with that. Perfect.